ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബർ ഷെഫീനായെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ച നമ്മുടെ ജസ്ന സലീമിൻ്റെ സ്വന്തം അരണേട്ടൻ. അരണേട്ടൻ ഇല്ലാതെ നമ്മുടെ ജസ്നയ്ക്ക് ഇപ്പോൾ പറ്റത്തില്ല കേട്ടോ. കാരണം ഇവളുണ്ടെങ്കിലേ അരണേട്ടനുള്ളൂ, അരണേട്ടനുണ്ടെങ്കിലേ ജസ്ന ഉള്ളൂ. ഈ ജസ്നയുടെ ഭർത്താവ് സലീം എന്ന് പറയുന്ന ഒരു കോന്തൻ വിദേശ രാജ്യത്ത് എവിടെ പോയി കിടന്നിട്ട് ഇവനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവനുണ്ടെങ്കിലേ ജസ്ന എങ്ങോട്ടും പോകത്തുള്ളൂ. ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, എൻ്റെ സ്വന്തം ഏട്ടൻ ജസ്നയുടെ സ്വന്തം അരണേട്ടൻ. എന്തായാലും ഇവൻ നമ്മുടെ ഷെഫീനയെ കുറിച്ചിട്ട് ഇന്നലെ ചെയ്തിട്ടുള്ള വീഡിയോ അത് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാറുള്ളൂ. കാരണം അതിനകത്ത് ഈ ഈ അരണേട്ടനും അതുപോലെ തന്നെ ഈ കണ്ണൻ്റെ രാധയും കൂടെ വന്നിരുന്നുകൊണ്ട് പുലഭ്യത്തരം പറയുക എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടുന്നണക്കാണ് അവൻ വന്നിരുന്നുകൊണ്ട് ഈ ഷെഫീനായെ തെറി വിളിച്ചത്. അതുപോലത്തെ തെമ്മാടിത്തരമാണ് അവൻ യൂട്യൂബിൽ നിന്നും പറഞ്ഞു. ഇവനൊരു ആണാണ്, ഇവൻ തന്തയ്ക്ക് പറഞ്ഞവനാണെന്നൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. കാരണം ഷെഫീനായി വെല്ലുവിളിക്കുന്ന അങ്ങനെയാ, ഒറ്റ തന്തയ്ക്ക് ഉണ്ടാതാണെങ്കിൽ മറ്റതാണെങ്കിൽ നീ മാടി കാണിച്ചു തരാടി എന്നൊക്കെ നല്ല രീതിയിൽ അതിനകത്ത് വെല്ലുവിളിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടപ്പോഴത്തേക്ക് ഇവൻ വെറും ചാണാത്തി പുഴുവാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. കാരണം ആണുങ്ങളായി കഴിഞ്ഞാൽ ആണിൻ്റെ ഗുണം കാണിക്കണം, പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. എന്താണെങ്കിലും അത്തരത്തിൽ ഒരു ആണും പെണ്ണും കെട്ട ഒരു ശിഖണ്ഡിക്ക് തുല്യമായിട്ടുള്ള ഈ അരണേട്ടനെ കൊണ്ടാണല്ലോ ഇവളിപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നത്. ഇവനുമായിട്ട് പോയിട്ടാണ് അവിടെ പോയിട്ട് ഈ ശുദ്ധ തെമ്മാടിത്തരവും അസംബന്ധവും കാണിച്ചിരിക്കുന്നത്. ഇവളുടെ കസിനാണെന്നാണ് പറയുന്നത്. എന്തായാലും കസിനാണോ അല്ലെങ്കിൽ കസുകസാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവരുടെ ആ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ആ യൂട്യൂബർ ഷെഫീനാക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു ലൈവിനകത്ത് ഈ നാറി വന്നിരുന്നുകൊണ്ട് ഒരു സ്ത്രീയെ വിളിക്കാൻ പാടില്ലാത്ത രീതിയിൽ വിളിച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് അവൾ പറയുന്നുണ്ട് ഒരു ഡയലോഗ്. അതായത് ഈ ഷെഫീനയുടെ 15 വയസ്സുള്ളൊരു മകനുണ്ട്. ആ മകൻ ഉമ്മായുമായിട്ട് ലിപ് ലോക്ക് ചെയ്തു എന്നാണ് ഈ നായിൻ്റെ മോൻ ആ വീഡിയോയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞത്. ഇവൻ ഇങ്ങനെയല്ല പറയേണ്ടത്. എന്നാലും ഇവൻ ആൺകുട്ടിയാണ്, ഞാൻ മറ്റേതാക്കിക്കളെ ഞാൻ മറിച്ചതാക്കിക്കളെ, നീ എൻ്റെ നാട്ടിൽ വാ, ഞാൻ എൻ്റെ അഡ്രസ്സ് ഇതാണ്, നീ ഇവിടെ വന്നിട്ട് ഒന്ന് ചൊറിഞ്ഞു നോക്ക്, അപ്പം ഞാൻ മാന്തി കാണിച്ചു തരാമെന്നൊക്കെ ഗീർവാണം മുഴക്കിയ ഈ ആണും പെണ്ണും കെട്ട ശിഖണ്ഡിയിൽപ്പെട്ടിട്ടുള്ള ഈ പരനാറി ഇവൻ ഇപ്പം ഷെഫീനായെ വിളിച്ചിട്ട് ഷെഫീന ആ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പം പുറത്തു വിട്ടിട്ടുണ്ട്. ആ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ ആണും പെണ്ണും കെട്ടവനാണോ, ഇവൻ ഒറ്റ തന്തയ്ക്ക് ഉണ്ടായവനാണോ, അതോ ഇവൻ പല തന്തയുടെ ഗുണം കാണിക്കുന്നവനാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. എന്തായാലും ഷെഫീന ഒട്ടും പുറകോട്ടൊന്നുമല്ല, നല്ല മാസ് കിണ്ണം കാച്ചി മറുപടി കൊടുക്കുന്ന ഒരു യൂട്യൂബർ തന്നെയാണ്. കാരണം വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് ഇറങ്ങി വന്നിട്ട് പല കാര്യങ്ങളും പൊളിച്ചടിക്കിട്ടുള്ളൊരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരുപാട് വീഡിയോയിൽ ഞാൻ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം. മാസാണ് കേട്ടോ. ഹലോ ഹലോ, ആ ഇതാരാണ്? ഇങ്ങോട്ടല്ലേ വിളിച്ചേ? ഷെഫീന ബീവി ആണോ? അതെ. എന്റെ പേര് അരുൺ. ആ, അറിയോ? ഇല്ല. ജസ്ന സലീമിന്റെ ബ്രദറാണ്. പറയടാ, എന്താ? അല്ല, നിങ്ങൾ വീഡിയോയിൽ എന്റെ താമേനെ പറ്റിയൊക്കെ മോശമായിട്ട് പറഞ്ഞല്ലോ. നീ എന്നെ പറ്റി മോശം പറയാൻ നിനക്ക് എന്ത് കാര്യം? അല്ല, ഞാനാണോ ആദ്യം പറഞ്ഞത്? ഞാനാണോ ആദ്യം പറഞ്ഞത്? പിന്നെ ആരാണ് പറഞ്ഞത്? നിങ്ങൾ എന്തൊക്കെ എന്റെ അമ്മേനെ പറ്റി പറഞ്ഞു? നീ നിങ്ങൾ എല്ലാ നീ സകല എന്റെ വീഡിയോ അല്ല. മോനെ എന്നെയും ചേർത്ത് നീ എന്ത് മോശമാ എന്നെയും എന്നെ ആ മോനെ ചേർത്ത് അത് അത് പറയുന്നത്? എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് മേഡം ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ട് പറയുന്ന? അതെന്ത് ആ എന്തുകൊണ്ട് പറയണമെന്ന് പറയാൻ? ആ അല്ല, സ്വന്തം മക്കളെ പറ്റി അല്ല അമ്മേനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് നൊന്തിക്കുണ്ടെങ്കിൽ അതേമാതിരി അല്ല എന്റെ അമ്മേനെ പറ്റി പറഞ്ഞാൽ എനിക്ക് നിന്റെ തോന്നില്ലേ? അമ്മേനെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞോ? നീ എന്നെ ഏ എന്തെല്ലാം വൃത്തികേടാണ് വീഡിയോ അവളെ കൂടെ വീഡിയോ ഇരുന്നോണ്ട് വീഡിയോ വീഡിയോയിൽ വീഡിയോ പറഞ്ഞത്? വീഡിയോ വീഡിയോ എടുത്ത് നോക്കൂ. നിങ്ങളല്ലേ ഏത് പറഞ്ഞത് വീഡിയോ എടുത്ത് അരുണ്ട്. നോക്കണം? ഏത് നിങ്ങൾ വീഡിയോ ഇട്ട എടുത്ത് നോക്കണം? നീയല്ലേ നിങ്ങൾ പച്ചക്കിരുന്നോണ്ട് അപരാധം പറഞ്ഞത്? ഞാൻ എന്ത് പറഞ്ഞു? നിങ്ങൾ ആ വീഡിയോ ഒന്ന് എടുത്ത് നീ നോക്കൂ. എന്താ പറഞ്ഞത്? നീ എന്റെ അമ്മ എടുത്ത് നോക്കടാ. നീ എന്റെ ദേശീയാണ്. വീഡിയോയും നിന്റെ വീഡിയോയും എടുത്തു വെച്ച് കമ്പാരിസൺ നടത്തി നോക്ക്. അതിനകത്തുണ്ടല്ല. നോക്കി. അപ്പൊ നിങ്ങൾ പറഞ്ഞ വീഡിയോ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇന്നലെ എന്റെ അമ്മ വേശിയാണ്, കണ്ടവരെ കൂടെ കിടന്നതാണ്, മറ്റേ വലിയ തൊളയാണ്, അങ്ങനെ എങ്ങനെയൊക്കെ എന്റെ അമ്മേനെ പറ്റി പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ പറയൂലേ? അയ്യോ, നീ പിന്നെ എന്തോന്ന് പറഞ്ഞ? എന്റെ ഉമ്മച്ചി നല്ലത്, ഞാൻ നല്ലതെന്നാണോടാ പറഞ്ഞ? ഞാൻ നാട്ടുകാരോട് മുഴുക്ക കിടന്ന് എന്റെ മക്കളെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ മോനല്ലേ നീ? ആണോ അല്ലയോ? ഇങ്ങോട്ട് പറഞ്ഞ അങ്ങോട്ടും പറയൂ. ഇങ്ങോട്ട് പറഞ്ഞ ആരാണ് ആദ്യം പോസ്റ്റ് ചെയ്തത്? പോസ്റ്റ് ചെയ്ത ആരാ ആര്? പോസ്റ്റ് ചെയ്തത്? നീ ആരാ എന്തോന്ന് പോസ്റ്റ് എന്നെ ചെയ്തത്? കൊലത്തൂന്നല്ലേ പറഞ്ഞ? നീ വേണോ? ഞാൻ ഇവിടെ നിപ്പുണ്ട്, ഇതാ കോട്ടയം എവിടെ? നിപ്പുണ്ട്, ആനമല നിപ്പുണ്ട്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, നീ വലിയ വെല്ലുവിളിച്ചതല്ലേ, നിനക്ക് ആ, ധൈര്യം ഉണ്ടെങ്കിൽ നീ നേരിട്ടൊന്ന് വാ. നീ എന്തിനാ ചീവൂന്നല്ലേ പറഞ്ഞത്? നിനക്ക് അല്ല, ഷെബീന എന്തോന്നാ ചെയ്യാനുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? നീ ഇങ്ങോട്ട് വാടാ. വലിയ ആയിക്കോട്ടെ, ഞാൻ ധൈര്യമായിട്ടല്ലേ അങ്ങോട്ട് വരാം. പറഞ്ഞത്? അല്ല, ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഇതൊക്കെ ഇട്ടല്ലേനോ? എവിടെ ഇങ്ങോട്ട് വന്നില്ലേ? നീ പറയുന്ന പോയിന്റിൽ വന്ന് നിൽക്കാന്ന് ഞാൻ പറഞ്ഞല്ല. നിനക്ക് ആ വായി തോന്നിയ പറയാനുള്ള ആളല്ലേ ഇത്, മനസ്സിലായാ? നീ നിന്റെ കുഞ്ഞിനെ ആയിക്കോട്ടെ. അവളെ കൊണ്ട് നടന്ന് വ്യഭിചരിച്ച് ജീവിക്കുന്ന ഒരു മയിലാണെന്ന് എല്ലാവർക്കും അറിയാം. അത് പിന്നെ ആ ഷെബീന പറയേണ്ട കാര്യം തോന്ന്? നീ എന്റെ മോനെ ലിപ് ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. നീ എപ്പോ കണ്ടടാ ഞാൻ മോൻ ലിപ് ലോക്ക് ചെയ്യണത്? അത് നീ നിന്റെ തള്ളി എന്റെ ചെയ്യുന്നുണ്ടല്ലേ നീ എന്നെ പറയുന്നത്?
അല്ലേ? എന്റെ അമ്മ വണ്ടോടെ കൂടെ കിടക്കുന്നത് നിങ്ങൾ കണ്ടിനോ? നിന്റെ തള്ളിയെ നീ കൊണക്കുന്നോണ്ടല്ലേടാ മൈര നീ ആ വർത്തമാനം എന്റെ കൊച്ചിനെയും പറഞ്ഞത്. അല്ല നിന്റെ നിങ്ങൾ തോന്നിയാതെ വിളിക്കണ്ടല്ലോ. തെളിവ് എന്താണ് നിന്റെ ഉള്ളത്? എന്റെ മോൻ നിന്റെ അടുത്ത് എപ്പോ സംസാരിച്ച് അത് നീ ഒന്ന് പറഞ്ഞാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ഞാൻ കാണിക്കേണ്ടത് കാണിച്ചോളാം. അങ്ങനെ എന്തോ അയിഞ്ഞായി അല്ല ഞാൻ നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുള്ളൂ. നിങ്ങളിപ്പോ എന്തൊക്കെ പറഞ്ഞ നീ എന്തിനാ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നത്? അതിന്റെ കാര്യം നിങ്ങളൊക്കെ നല്ല വീഡിയോ അങ്ങനെ എന്റെ വീഡിയോ എന്തിനാ അങ്ങനെ ചെയ്തിരണം? ഞാൻ നിങ്ങൾക്കൊക്കെ നല്ല വീഡിയോ ആണല്ലോ. എന്തെങ്കിലും ശല്യം ഉണ്ടാക്കാൻ വന്നോ? എന്ത് മൈരനാണ് ആ വർത്താനം പറയുന്നത്? നിങ്ങളിപ്പോ ഞാൻ നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിച്ചു. നിങ്ങളിപ്പോ കേട്ടോണ്ട് എന്റെ തലയെ കയറാനായിട്ട് വരരുത്. നിങ്ങൾ നാട്ടിലേക്ക് പിന്നെ തപ്പി വരുന്നല്ല പറഞ്ഞത്. എന്താ വരാത്തത്? ഇന്നേം തപ്പി വരുന്നു പറഞ്ഞത് എന്താ വരാത്തത്? എന്താ ഇങ്ങോട്ടുള്ള വഴി അറിയാച്ചാ? കൂമുള്ളി, കോഴിക്കോട് കൂമുള്ളി. കോഴിക്കോട് നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാ? അല്ല നിങ്ങളല്ലേ ഇവിടെ ജസ്ന സലീമിന്റെ വീടിന്റെ മുന്നിൽ കൂടി വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ഓളോട് തോന്നിയാസം പറഞ്ഞു പോവുകയും ചെയ്തിട്ട് അത്ര ധൈര്യമുള്ളൂ. എവിടെ വണ്ടി നിർത്തി തോന്നിയാസം പറഞ്ഞു? എന്തിനാണ് നട്ടക്കുരുക്കാത്ത നുണ പറയുന്നത്? നുണയാണോ? അതുവരെ വീഡിയോ എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടുള്ള വീഡിയോ എടുത്തു. ആര് പറഞ്ഞു നിന്റെ അടുത്ത്? ആ കൂത്തിച്ച് പല ഗോഹറായം പറയും. ആ കൂത്തിച്ച് ഞാൻ അവളോട് സംസാരിച്ചതിന് തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ. എങ്ങനെ തെളിവുണ്ടാവാനാ? ഒരു പുറത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോ പുറത്തുകൂടി വന്നിട്ട് അവിടെ വരെയുള്ള വീഡിയോ എടുത്തിട്ട് അവിടുന്ന് കട്ടാക്കി തോളെ തെറിയും പറഞ്ഞിട്ട് മക്കളെ തെറി പറഞ്ഞ് പോയിട്ട് അത്ര വലിയ കാര്യം പുറത്തുനിന്ന് വീഡിയോ എടുക്കാനായിട്ട് അവിടെ പുറത്തുനിന്ന് വീഡിയോ എടുക്കായി ഇവിടെ വന്നിട്ടില്ല. നീ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കണ എന്തിനാണ്? ആയിക്കോട്ടെ നമ്മളത് ആവശ്യം കാര്യം പറഞ്ഞു വരുമ്പോ നമ്മള് മൈരനും തോന്നിയാസൊക്കെ പറയാം. എടാ നീയോ അവളും കൂടെ ഇരുന്നോണ്ട് എന്തോന്ന് പറഞ്ഞത്? എന്റെ കൊച്ചു നിനക്ക് എന്തെങ്കിലും മെസ്സേജ് അയച്ചെന്നല്ലേ? എവിടെയാണ് റെക്കോർഡ് കാണിയിട്ട് നീ എന്റെ കുട്ടി നിനക്ക് അയച്ച മെസ്സേജ്? അങ്ങനെ നാട്ടിൽ മെസ്സേജ് അയക്കാൻ എന്റെ കുട്ടി ഞാൻ കാണിക്കുന്ന ആളെ കാണിച്ചോളാം. നീ ആരെ കാണിച്ചു? അയ്യോ പേടിച്ച് അയ്യോ നീ ആരെ കാണിക്കുന്നത്? ഇവിടെ ആർക്കും കാണിക്കാൻ അങ്ങനെ ധൈര്യമുള്ള ഒരാളാണെങ്കിൽ ഇങ്ങോട്ട് വരണോ? അതായത് കൂമുള്ളിയാണ് എന്റെ വീട്. അതാ കറക്റ്റ് അറിയാം. കൊട്ടി നായിന്റെ മോനെ, എടാ വ്യഭിചാര സന്തതി, എടാ അലവലാതിക്കുണ്ടായ പുണ്ടാ മോനെ, നീ അലവലാതിക്കുണ്ടായത് ആരാണോ? സ്വന്തം മോനെ ലിപ്ലോക്ക് ചെയ്യുന്നത് ആരാന്നൊക്കെ നമുക്കറിയാം. എടാ ഒരു മാസം അവിടെ ഉണ്ടായിരുന്നില്ലേ? നീ അപ്പ ചീവാതെ നീ നിന്ന് ഇപ്പൊ കിടന്ന് കൊണക്കിണേത്തിന് ഞാൻ കോട്ടയത്തോട്ടല്ലേ പറയണത്? നിനക്ക് ചൊണയെടുത്ത് നീ ഇങ്ങോട്ട് വാ. നീ ഈ മൊബൈൽ പുണ്ണ എടുത്ത് വെച്ചിട്ട് വരട്ടാതെ നീ നേരിട്ട് പോയില്ലേ? നീ ആണുങ്ങളെ നിങ്ങളെ സംസ്കാരം നിങ്ങളതാണ് തെറി പറയുന്നത്. നിങ്ങളെ സംസ്കാരം ആയതുകൊണ്ടാണ് നിങ്ങൾ തെറി പറയുന്നത്. നീ എന്തൊരു മേരി പറഞ്ഞോണ്ടിരുന്നത്? നീ തെറിയില്ല. നീ എന്തൊരു മേരി പറഞ്ഞോണ്ടിരുന്നത്? ഞാൻ ഫുള്ള് റെക്കോർഡാണ്. നിങ്ങളിപ്പോ സംസാരിക്കുന്ന ഒക്കെ റെക്കോർഡാണ്. ഗുരുവായൂരുള്ള വെടിയുടെ മോനെ വെച്ചിട്ട് പോണായോളി നല്ല വയറ് നിറച്ചങ്ങ് കൊടുത്തു. ഇവൻ ആ വീഡിയോയില്, അതായത് ഇവന്റെ ലൈവ് വീഡിയോ നിങ്ങൾ കണ്ടു കാണും അല്ലേ? ഷെഫീനായ അതുപോലത്തെ ശുദ്ധ തെമ്മാടിത്തരം പറഞ്ഞിട്ടുള്ള ഈ പരമനാറി ഇപ്പൊ വിളിച്ചത് മാഡമെന്ന്. അപ്പൊ ഇവന് അറിയാം കൊളുത്തി കഴിഞ്ഞാൽ പണി പാളുമെന്നുള്ളത്. നല്ല വയറ് നിറച്ചു കൊടുത്തെന്ന് വരാം. നല്ല മാസമായിട്ട് തന്നെ കൊടുത്തു. അതായത് ഇവനൊക്കെ ഈ ഷെഫീനയുടെ വായിന്ന് ഇത്തരത്തിലുള്ള തെറി കേൾക്കുന്നുണ്ട്. ഇവൻ വിളിച്ചത് തെറുത്താത്താന്നാ ഈ ഷെഫീനെ അഭിസംബോധന ചെയ്തത്. എന്തായാലും ആ ഒരു രീതിയിൽ തന്നെ നല്ല കിടുക്കാച്ച് മറുപടിയാണ് നമ്മുടെ ഷെഫീന കൊടുത്തത്. ഇനി ഒരിക്കലും ഒരു സ്ത്രീയെയും എടാ നാറി നീ ഇങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞാൽ സ്ത്രീകളുടെ വായിന്ന് തെറി കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നീയൊക്കെ പോയി തൂങ്ങിച്ചാകുന്നതല്ലടാ നല്ലത്. നീ ആണാന്നും പറഞ്ഞ് കിട്ടടക്കേണ്ട വല്ല കാര്യമുണ്ടോ? നീ പറഞ്ഞല്ലോ എനിക്ക് ഷെഫീന എന്തേലും ഒലത്തി കഴിഞ്ഞാൽ എൻ്റെ എന്താണ് പിന്നെ ഇതാണെന്ന് നീ പറഞ്ഞില്ലേ? ഷെഫീനയുടെ ഈ ഒരു മറുപടി ഉണ്ടല്ലോ, അത് കിടുക്കാച്ച് മറുപടിയാണ്, മാസ് മറുപടിയാണ്. നീ പോയി വേറെ വല്ല പണി നോക്ക്. കാരണം നീ മുട്ടിയ ആള് മാറിപ്പോയെന്നുള്ള. ഷെഫീന വളരെ ധൈര്യപൂർവ്വമാണ് യൂട്യൂബിൽ വന്നിട്ട് ഓരോ ആൾക്കാരെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. അവർ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നത്, അല്ല ചുമ്മാ ഒരാളെ കുറിച്ചിട്ട് ഒരു ആരോപണമല്ല പറയുന്നത്. ഈ നശിച്ച സജ്ജന എന്ന് പറയുന്ന ഈ ഒരു സാധനം സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ് എന്ന് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇവിടുത്തെ ചില സംഘികളുടെയും ക്രിസംഘികളുടെയും അജണ്ടയുടെ ഭാഗമായിട്ട് മുസ്ലിം വേഷത്തിൽ പോയിരുന്നുണ്ട്. ഈ മതത്തെ ടാർഗറ്റ് ചെയ്ത് ഈ മതത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇത്രയും കാലം പണിയെടുത്തത്. എന്തായാലും അതിനൊക്കെ നല്ല കൃത്യമായിട്ടുള്ള മറുപടിയാണ് നമ്മുടെ യൂട്യൂബറായിട്ടുള്ള ഷെഫീന കൊടുത്തത്. ഇനിയിപ്പോൾ ഇതിൽ നല്ലൊരു മറുപടി ഇനി അവന് കിട്ടാനില്ല, അവന് അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും